ഹായ് ഫ്രണ്ട്സ്, നിജി മോട്ടോമാറ്റിക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പുതിയ വീഡിയോ, ടാങ്ക് നമ്മുടെ വീടുകളിലെല്ലാം വാട്ടർ ടാങ്ക് ഉണ്ട്. ആ ടാങ്ക് മോട്ടർ ഇട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ ഓവർഫ്ലോ ആയിട്ട് ടാങ്ക് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ്, ഇപ്പോൾ സബ്മേഴ്സിബിളൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട. സബ്മേഴ്സിബിളോ മോണോബ്ലോക്കൊക്കെ ആണെങ്കിൽ, മോണോബ്ലോക്ക് പമ്പൊക്കെ ആണെങ്കിൽ ഒരുപാട് വെള്ളം, ഉണക്കാലത്തൊക്കെ ആണെങ്കിൽ വെള്ളത്തിന് വറുതിയുള്ള സമയത്ത് ഈ വെള്ളത്തിൻ്റെ ജലലഭ്യത കുറഞ്ഞ സ്ഥലത്തൊക്കെ ഇതുപോലുള്ള ഒരുപാട് വെള്ളം ഇങ്ങനെ ലോസായി പോവുകയും പിന്നീട് വീട്ടുകാർ വന്നിട്ട് മോട്ടോർ നിർത്തുമ്പോൾ മാത്രമാണ് അത് ഒഴിവാകുന്നത്. ഇപ്പോൾ എന്നിട്ട് ചില വീടുകളിലെ കിണറുകൾ വരെ പറ്റിപ്പോയ സംഭവം എനിക്കറിയാം. കാരണം പറഞ്ഞാൽ ഈ ചിലപ്പോൾ അവർ അശ്രദ്ധ മൂലം ഇങ്ങനെ മോട്ടർ ഇട്ടിട്ട് വേറെ ജോലിയിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ മോട്ടറിൽ ചിലപ്പോൾ ഈ സബ്മേഴ്സിബിളൊക്കെ 5 മിനിറ്റ് 7 മിനിറ്റ്, മോണോബ്ലോക്ക് അതേ ഒരു ഇതിലാണ് നിറയുന്നത്. പിന്നെ ജെറ്റ് മോട്ടർ മാത്രമാണ് നോർമലി ഒരു 15 മിനിറ്റ് അകത്ത് നിറയുന്നത്. അപ്പോൾ അത്രയും ടൈം നമുക്ക് നോക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ എന്ന് സബ്മേഴ്സിബിൾ എന്നൊക്കെ പറയുമ്പോൾ ഇടുന്ന ആ ഒരു സമയം നോക്കി നമ്മൾ കറക്റ്റായിട്ട് നിന്നില്ലെങ്കിൽ ഓവർഫ്ലോ ആയിട്ട് ഈ ടാങ്കിൻ്റെ മുകളിലൂടി എത്രയോ കാഴ്ചകൾ ഞാൻ ഇന്നലെ കൂടി ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് ഇന്നലെ കൂടി തന്നെ ഒരു കാഴ്ച കണ്ടു. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്ന നിലയ്ക്ക് ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് എന്തായാലും ആ പ്രോഡക്റ്റിലേക്ക് പോകാം. നമുക്ക് ഈ പ്രോഡക്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ എന്ന ഈ 2 മോട്ടറിൻ്റെ ഈ ഒരു കൺട്രോളർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് യൂടെക് എന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ എല്ലാ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടും. പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് അവർ ഗ്യാരണ്ടി കൊടുക്കുകയും നല്ല രീതിയിൽ ഇത് കേരളത്തിൽ സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഈ യൂടെക്കിൻ്റെ. അപ്പോൾ നമുക്കിത് അൺബോക്സിങ് ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും നമുക്കിത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 ടൈപ്പ് മോട്ടറിന് ഉപയോഗിക്കുന്ന 2 ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളറാണ്. 2 മോട്ടറിന്, സബ്മേഴ്സിബിളിനും പിന്നെ ജെറ്റ് മോണോ പോലുള്ള മോട്ടറുകൾക്ക് ഉപയോഗിക്കുന്നതാണ് ഇത്. അപ്പോൾ ഇതെന്തായാലും ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഒന്നും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്മൾക്കിത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഈ ഒരു ഇത് നോക്കി നമുക്ക് നോക്കാം. നമുക്കിത് പൊട്ടിച്ച് ഈ പ്രോഡക്റ്റ് നമുക്കൊന്ന് വെളിയിലെടുത്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ. അപ്പോൾ ഇതിൻ്റെ കാറ്റലോഗും വാറണ്ടി ഇതൊക്കെ ഇതുണ്ട്. ഇതിൻ്റെ ഫിറ്റിങ്സിൻ്റെ ഈ ഒരു ടാങ്കിലേക്ക് എത്തുന്ന കണക്ഷനുകൾ, ഇതാണ് ഇതിൻ്റെ കമ്പനിയുടെ നെയിം, യൂടെക് സിസ്റ്റംസ്. അപ്പോൾ ഇത് മോണോബ്ലോക്കും മറ്റുള്ള പമ്പുകൾക്കെല്ലാം വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണിത്. പിന്നെ ഇതിൻ്റെ അകത്ത് വോൾട്ടേജ് ഹൈ, നോർമൽ, ലോ. അപ്പോൾ ഇത് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞ് അത് ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇത് ഈ പ്രോഡക്റ്റ് ജസ്റ്റ് പരിചയപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന്. അടുത്തത് നമുക്കിത് വീണ്ടും ഒരെണ്ണം കൂടെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. 2 മോട്ടറുകൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എന്നാണ് ഇതിൻ്റെ കമ്പനി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത് 2ലും ഒരേ ഇതൊക്കെ വരുന്നത്, 2ഉം ഒരേപോലത്തെ പർപ്പസാണ് എന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ അകത്തെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഇത്രയും സാധനമാണ് ഈ ഒരു യൂടെക് എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളറിൻ്റെ കൂടെ കിട്ടിയത്. ഇത് 2 ടൈപ്പ് മോട്ടറുകൾക്ക് യൂസ് ചെയ്യാമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇതെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ മാത്രമാണ് എന്തിൻ്റെ ഉപയോഗമെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഓരോ ഈ നീളമുള്ള വയറുകൾ, ഈ വയറ്, ഇതിൻ്റെ ഓരോ ഉപയോഗവും നമ്മളിതിലെ ഓരോന്ന് ചെയ്ത് ഒരിടത്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളവർ കമൻറ്റിൽ പറയുകയാണെങ്കിൽ ഇത് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതെന്തായാലും ഈ ഒരു വെള്ളം പാഴായിട്ട് പോകുന്നതും മോട്ടറിന് ഇടാനും ഇപ്പോൾ നമുക്ക് അതിന് തന്നെ മെനക്കെട്ടിരിക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ആവശ്യത്തിന് വന്നിട്ട് നമ്മൾ ബാത്റൂമിലോ മറ്റോ ഒക്കെ കയറുമ്പോൾ
ചില വെള്ളം നമുക്ക് ടാങ്കിൽ കുറഞ്ഞോ ഇല്ലെങ്കിൽ മുഴുവനായിട്ടും തീർന്ന ഒരവസ്ഥയിലൊക്കെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ നമ്മളത് അറിയാതെ ആയിരിക്കും ചിലപ്പോൾ ഒന്ന് കുളിക്കുകയോ പെട്ട് ഫ്രഷ് ആവുകയൊക്കെ ചെയ്യണമെങ്കിൽ ഒന്ന് പോകുന്നത്. പക്ഷേ ഒരിക്കലും നമുക്ക് പിന്നീട് ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നീട് പുറത്തുള്ളവരെ വിളിച്ചിട്ട് മോട്ടറൊന്നും ഇടാൻ പറയുമോ, ഇല്ലെങ്കിൽ വെള്ളമില്ല, അപ്പോൾ ചിലപ്പോൾ കറണ്ട് കാണത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊക്കെ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി മാറിക്കിട്ടുക ഉള്ളതാണ് ഇതിൻ്റെ ഒരു പിന്നെ നമ്മുടെ ബെനിഫിറ്റ്. പല ആൾക്കാരും പറയും ഇത് മോട്ടർ ഇങ്ങനെ റെഗുലറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്ന്. അങ്ങനെയൊന്നുമല്ല. മോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ വാട്ടറിൻ്റെ ലെവൽ, അതായത് ടാങ്കിൻ്റെ അടിയിൽ ഒരു പരിധി കഴിഞ്ഞാൽ മാത്രമേ മോട്ടർ ഓൺ ആവുകയുള്ളൂ. നമുക്ക് അത്രയും ഡിസ്റ്റൻസിൽ ആ വെള്ളം എത്രത്തോളം കുറഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മോട്ടർ ചാലുവായി തുടങ്ങിയാൽ മതി എന്ന് നമ്മളാണ് ഇതിൻ്റെ അകത്ത് ഓരോ അളവും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ യൂട്യൂബിലും മറ്റുള്ള ഒരുപാടിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഭാഷകളിൽ, ഹിന്ദി, തമിഴ്, അങ്ങനെ ഒരുപാട് ഭാഷകളിലുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് പരിചയപ്പെടുത്താമെന്ന് ഞാൻ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താമെന്ന് കരുതിയത്. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എൻ്റെ ഈ ചാനലിൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഈ പ്രോഡക്റ്റ് നമ്മുടെ കേരളത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ എൻ്റെ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും ഇതിൻ്റെ വിലയും മറ്റുള്ള എല്ലാം ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കൊറിയറിലായിട്ട് എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പിന്നെ അറിയുമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ മറ്റുള്ള പിന്നെ കമ്പനികൾ തരുന്ന ഗ്യാരണ്ടിയും വാരണ്ടിയും എല്ലാം ഈ ഒരു പ്രോഡക്റ്റും ഉണ്ട് എന്ന്. ഈ ഒരു പ്രോഡക്റ്റിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇത് വളരെ നല്ല ഒരു പ്രോഡക്റ്റാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ഫേക്കായിട്ടുള്ളൊരു വിവരവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരികയില്ല. എൻ്റെ തുടർന്നുള്ള വീഡിയോകളൊക്കെ കണ്ടാലറിയാം. ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ച ആൾക്കാരെ ഉദ്ദേശിച്ചാണ് എൻ്റെ ഒരുപാട് വീഡിയോകളൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഫീൽഡിനെ സംബന്ധിച്ച് പിന്നെ ഉള്ളൊരു വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഇതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ഓളിൽ നിൽക്കിയാൽ എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരും. എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.